ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ തലവേദന ലഭിച്ച ഒരു സീസണാണ് ഇത്. ക്ലബിൻ്റെ പ്രകടനം വളരെയധികം മോശമായി. ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതിഷേധം വർദ്ധിച്ചു. മിക്കേൽ സ്റ്റാറയെ അവർക്ക് പുറത്താക്കേണ്ടി വന്നു. എന്നാൽ പ്രതിഷേധങ്ങൾ തണുത്തില്ല. അതിൻ്റെ ഫലമായിക്കൊണ്ടാണ് കൂടുതൽ സൈനിങ്ങുകൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് തലവേദന സൃഷ്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് കൊച്ചിൻ കോർപ്പറേഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC-ക്ക് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് വിനോദ നികുതി അടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു നോട്ടീസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കൊച്ചി സ്റ്റേഡിയത്തിലെ അടുത്തിടെ നടന്ന മത്സരങ്ങളുടെ വിനോദ നികുതി അടക്കാത്തതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു നോട്ടീസാണ് ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് അയച്ചിട്ടുള്ളത്. അതായത് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടില്ല. അത് മാത്രമല്ല, മുൻ വർഷങ്ങളിലെ ടാക്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും നൽകിയിട്ടില്ല. ആ ഒരു കുടിശ്ശിക ഈടാക്കാനുള്ള നിയമ നടപടികളും ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നികുതി നൽകാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ്. അതിൽ നിയമ നടപടികൾ ഉടൻ തന്നെ ഉണ്ടായേക്കും. അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കുടിശ്ശിക തീർക്കണം എന്നുള്ള ഒരു വാണിംഗ് ആണ് കൊച്ചിൻ കോർപ്പറേഷൻ നൽകിയിട്ടുള്ളത്. ഇത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, കൊച്ചി സ്റ്റേഡിയത്തിലെ പിച്ചിന് കാര്യമായ കേടുപാടുകൾ ഈയിടെ സംഭവിച്ചിരുന്നു. അതും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. ചുരുക്കത്തിൽ തിരിച്ചടികളുടെ ഒരു കാലമാണ് ഇപ്പോൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.